ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു yet another വീഡിയോ. ഇന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആയല്ലോ. ടുഡേ ഈസ് മൈ വീക്ക് ഓഫ്. സോ ഐ തോട്ട് ഇന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് സെറ്റാക്കണമെന്ന്. അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റു, നല്ലൊരു ചായ ഇട്ട് കുടിച്ചു. ബട്ട് രാവിലെ എണീറ്റേണ്ട ഒരു ക്ഷീണം ഇല്ലാണ്ടില്ല. പിന്നെ ഞാൻ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി. ഇല്ലെങ്കിൽ ഞാൻ അതൊക്കെ വിട്ടുപോകും. സോ ആദ്യം തന്നെ അതൊക്കെ ചെയ്തു വെച്ചു. പിന്നെ ഗ്രോസറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു, ഫിഷും അങ്ങനെയൊക്കെ. കാരണം ഞാൻ ഓഫുള്ള ദിവസങ്ങളിലാണ് കൂടുതലും ഫിഷൊക്കെ മേടിച്ച് കുക്ക് ചെയ്യുക. അല്ലാത്ത ദിവസങ്ങളിൽ സമയം കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഫിഷ് മേടിക്കാനായിട്ട് പോവാണ്. അടുത്ത് തന്നെ ഉണ്ട് റൂമിൻ്റെ. ബട്ട് മോർണിംഗ് ആയതുകൊണ്ട് കാര്യമായിട്ട് വലിയ ഫിഷൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ ഈ ഒരു കിങ് ഫിഷിൻ്റെ ഒരു ടെയിൽ പോർഷൻ മേടിച്ചായിരുന്നു. പിന്നെ ഫ്രൂട്ട്സൊക്കെ നോക്കി, വെറുതെ നോക്കിയെന്നേ ഉള്ളൂ, ഒന്നും മേടിച്ചില്ല. ഫ്രൂട്ട്സൊക്കെ ഉണ്ട്, പിന്നെ ഞാൻ മേടിച്ചിട്ട് പോയാലും കഴിക്കില്ല. പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് റൂമിലേക്ക് പോവുകയാണ്. റൂമിലെത്തിയിട്ട് നല്ലൊരു ലഞ്ച് ഉണ്ടാക്കി കഴിക്കണം എന്നാണ് മൈൻഡിൽ. കാരണം കുറേ ആയി നല്ല കറികളൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു ലഞ്ച് കഴിച്ചിട്ട്, പ്രത്യേകിച്ച് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിച്ചിട്ട്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ, വീക്ക് ഓഫിൻ്റെ ദിവസമായിരിക്കും അവർ കാര്യമായിട്ട് നിന്ന് കുക്ക് ചെയ്യുന്നതും അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ കുക്ക് ചെയ്ത് കഴിക്കുന്നതും. ഞാനും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു കേട്ടോ, പക്ഷേ എൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, സോറി ഗൈസ്. ഉച്ചയ്ക്ക് ഒരു നാടൻ ലഞ്ചാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഒരു തോരൻ, ഒരു ഫിഷ് കറി, ഒരു ഫിഷ് ഫ്രൈ, പിന്നെ ഒരു മോര്. ഇതാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. ഇതിനിടയ്ക്ക് അച്ചാറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. ബട്ട് എൻ്റെ അടുത്ത് അച്ചാറില്ലായിരുന്നു. അപ്പം നമ്മളത് സ്കിപ്പ് ചെയ്തു. കുഴപ്പമില്ല, ബാക്കിയുള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അച്ചാറൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായേനെ. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ തോരൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഫിഷ് കറി ഉണ്ടാക്കാൻ. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു രീതിയിൽ ഫിഷ് കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വെക്കുന്ന ഫിഷ് കറി അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ഒന്നുകിൽ ഞാൻ മോസ്റ്റ്ലി ഉണ്ടാക്കുന്നത് നല്ല മുളകിട്ട് കുടംപുളി ഇട്ട മീൻ കറിയാണ്, അല്ലെങ്കിൽ തേങ്ങ അരച്ച് വയ്ക്കും. ബട്ട് എനിക്ക് തേങ്ങ അരച്ച് വയ്ക്കുന്നത് അത്ര വശമില്ല, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയാൽ ശരിയാവാറില്ല. ബട്ട് ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചത് അടിപൊളിയായിട്ട് വന്നു കേട്ടോ, നല്ല ഇഷ്ടമായി. വീട്ടിലെ ഊണെന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ് ഒരു തോരൻ ഒഴിക്കാൻ, മീൻകറി, മീൻ പൊരിച്ചത്. ശുഭം. മീൻ പൊരിച്ചതുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. എനിക്ക് പണ്ട് തൊട്ടേ മീൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഒരു പറ ചോറ് തിന്നുന്ന കൂട്ടത്തിലുമാണ് ഞാൻ. സോ എപ്പോഴെങ്കിലും വീട്ടിൽ ഫുഡ് മിസ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ഒരു ലഞ്ച് ഉണ്ടാക്കി കഴിക്കും. പിന്നെ വീട്ടിൽ പിന്നെ അവർ അവിയൽ, സാമ്പാറും ഒക്കെ വെക്കും. ബട്ട് അതൊക്കെ വെക്കുന്നത് കുറച്ച് ടാസ്ക് പിടിച്ച പണിയാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ലഞ്ച്. ഇത്രയും ഉണ്ടെങ്കിൽ തന്നെ ഒരു സദ്യ കഴിച്ച ഫീലാണ് അല്ലേ. അത് പറഞ്ഞപ്പോൾ ഇവിടെ എല്ലാം റെഡിയായി. വീട്ടിലാകുമ്പോൾ പണ്ട് ഇത്രയും കറികളൊക്കെ ഉണ്ടാക്കി ചോറ് തന്നുകൊണ്ടിരുന്നപ്പോൾ എന്നും ഈ കറികളാണോ എന്ന് ചോദിച്ച് വഴക്കിടുന്ന ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാനത് മനസ്സിലാക്കുന്നു. ഞാൻ കിച്ചണിൽ കയറി ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് എത്ര കഷ്ടപ്പെട്ടാണ് അവർ ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് എൻ്റെ വില മനസ്സിലായത്. ബട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഇപ്പോഴും അടിപൊളിയായിട്ടൊന്നും വന്നിട്ടില്ല. ഞാൻ പഠിച്ച് കുറച്ചായിട്ടേ ഉള്ളൂ. കുക്കിംഗ് നമ്മൾ ചെയ്താണല്ലോ സെറ്റാവുക. ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കറികളിലൊക്കെ ഉപ്പ് കൂടുക എന്നുള്ളത് ഒരു സ്ഥിരം കലാപരിപാടിയായിരുന്നു. പിന്നെ ഞാനിപ്പോൾ അത് ശരിയാക്കി എടുത്തതാണ്. അത് പോട്ടെ, പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സമയം പോയതായിരുന്നില്ല. ഫുഡായിട്ടുണ്ട്. ഇനി നല്ല മീനും തോരനും എല്ലാം കൂടെ കുഴച്ച് ഒരു ഉരുള ഇങ്ങോട്ട് എടുത്താലുണ്ടല്ലോ,